പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു കെട്ടിടം പണിത് ഉയർത്തുന്നത് പോലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ തൻ്റെ ആത്മീയ നിലവാരത്തെ ഓരോ ദിവസവും ദൈവം പണിത് ഉയർത്തിക്കൊണ്ടേയിരിക്കും. വേദപുസ്തകത്തിലെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ക്രിസ്തു എന്ന തലയോളം ഓരോ മനുഷ്യനും വളരണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ഓരോ ദിവസവും ദൈവം ആ മനുഷ്യനെ പണിതുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവത്താൽ പണിയപ്പെടുന്ന ഈ മനുഷ്യൻ തൻ്റെ സാമ്രാജ്യത്തിന് ഒരു വെല്ലുവിളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിശാച് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈ പണിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരു മനുഷ്യൻ വളരുന്നതിന് അവനെ തടസ്സമായി നിൽക്കുവാനായിട്ട് പല ഡിസ്ട്രാക്ഷൻസ് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടിടും. അവൻ്റെ വഴിതെറ്റിക്കുവാൻ, അവൻ്റെ ചിന്തയിൽ നിന്ന് അവനെ മാറ്റിക്കളയുവാനായിട്ട് ഇപ്രകാരമുള്ള ചില പദ്ധതികൾ, തന്ത്രങ്ങൾ അവൻ ഒരുക്കുമ്പോൾ ഓരോ ദൈവഭക്തനും തിരിച്ചറിയുക, ഇത് പിശാചിൻ്റെ ഒരു തന്ത്രം മാത്രമാണ്, ഒരു കളിപ്പീര് മാത്രമാണ്. എന്നാൽ ഈ പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ട്, ഈ പ്രശ്നത്തെ തരണം ചെയ്തുകൊണ്ട്, ഇതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു ലെവലിലേക്ക് കയറുവാൻ ദൈവത്തിങ്കൽ നിന്ന് ശക്തി പ്രാപിച്ച് പിശാചിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തി മുന്നേറുവാനായിട്ട് ദൈവം നമുക്ക് സഹായമൊരുക്കും. ദൈവത്തിൻ്റെ കരം നമുക്ക് തുണയായി നിൽക്കും. അതുകൊണ്ട് ഇന്ന് പകലിലും എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികളും പ്രശ്നങ്ങളുമൊക്കെ ജീവിതത്തിൽ കടന്നു വന്ന് വലിയ ഭാരത്തോടുകൂടെ താങ്കളായിരിക്കുകയാണെങ്കിൽ ഓർക്കുക, ഇപ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിനുള്ളിൽ തന്നെയാകുന്നു. ഒരു നല്ല കുശവൻ ഒരു നല്ല പാത്രത്തെ മെനയുന്നത് പോലെ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ താങ്കളായിരിക്കുന്നു. നിങ്ങളെ തകർക്കുവാൻ, നിങ്ങളെ ഉടയ്ക്കുവാൻ പിശാചിനെ ദൈവം അനുവദിക്കില്ല. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകചരിത്രത്തിൽ തന്നെ എന്നും ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന, എന്നും ഒരു ഫോക്കൽ പോയിന്റിൽ തന്നെ നിൽക്കുന്ന ഒരു മാനുഷിക സൃഷ്ടിയാണ് യെരുശലേം ദേവാലയം എന്നുള്ളത്. ശലോമോൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ, ശലോമോൻ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ദൈവം തനിക്ക് നൽകിയ ജ്ഞാനവും വിവേകവും കൊണ്ട് താൻ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള യെരുശലേം ദേവാലയം. ആ യെരുശലേം ദേവാലയത്തിനകത്തുള്ള ആരാധനയും ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വത്തോടുകൂടെ ഇറങ്ങി വന്നതുമൊക്കെ വേദപുസ്തകത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ യെരുശലേം ദേവാലയത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് ഒരിക്കലും ശാശ്വതമായിരുന്നില്ല. പലപ്പോഴും പല പ്രതിസന്ധികൾ യെരുശലേം ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിന് എതിരായിട്ട് നടന്നിട്ടുള്ളത്, ഉയർന്നു വന്നിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഏകദേശം 400 വർഷങ്ങൾക്കിപ്പുറം ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം നിർമ്മിച്ചതിന് ശേഷം ഏകദേശം 400 വർഷങ്ങൾക്കിപ്പുറം ബാബേൽ സാമ്രാജ്യം നെബൂഖദ്നേസർ രാജാവിൻ്റെ നേതൃത്വത്തിൽ യഹൂദ ദേശത്തിലേക്ക് കടന്നു വരികയും ആ ദേശത്തെ മുഴുവനും ചുട്ടരിക്കുകയും, പ്രത്യേകിച്ച് യെരുശലേം ദേവാലയത്തെ മുഴുവനും ചുട്ടരിച്ച് കളയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആ ദേവാലയത്തെ പൂർണ്ണമായി ചുട്ടരിച്ചു കളഞ്ഞു. അതിൻ്റെ അടിസ്ഥാനം പോലും ഇല്ലാത്ത നിലവാരത്തിൽ അതിനെ പൂർണ്ണമായി താൻ ചുട്ടരിച്ചു കളഞ്ഞു. അവിടെയുള്ള ജനങ്ങളെയൊക്കെ പ്രവാസികളായിട്ട് പല ദേശങ്ങളിലേക്ക് താൻ ചിന്നിച്ചിതറുമാറാക്കി. കാലങ്ങൾ കഴിഞ്ഞു. ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം ബാബേൽ പ്രവാസത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ദൈവം കോരശ് എന്നുള്ള പാർസി രാജാവിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ കോരശിനോട് ദൈവം സംസാരിച്ചത് കാരണം അവിടങ്ങളിലായി ചിന്നിച്ചിതറിക്കിടന്നിരുന്ന യഹൂദ ജനത്തിന് അവരുടെ ദേശത്തിലേക്ക് കടന്നു വരുവാനും അവരുടെ ആലയത്തെ പുതുക്കി പണിയുവാനുമായിട്ടുള്ള ഒരു സാവകാശം ദൈവം ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ചിലർ ഈ ദേശത്തിലേക്ക് കടന്നു വരികയും ദേവാലയം പുതുക്കി പണിയുവാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവത്താൽ പണിയപ്പെടുന്ന ചിലതിനെ നോക്കി ഒരിക്കലും പിശാചിന് അടങ്ങിയിരിക്കുവാനായിട്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോൾ ഈ ദൈവാലയം പുനഃസ്ഥാപിക്കുവാനായിട്ട് തുടങ്ങിയോ, അതിൻ്റെ റീബിൽഡ് ചെയ്യുവാനായിട്ട് സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ ചിലരെ ദൈവം അതിനുവേണ്ടി ഒരുക്കി അതിനുള്ള പണികൾ ആരംഭിക്കുമ്പോൾ തന്നെ പിശാച് ഇളകി മറിയുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് എസ്ര 1 മുതലുള്ള അധ്യായങ്ങൾ നാം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഈ ദൈവാലയത്തിൻ്റെ പണിക്ക് വിരോധമായി എഴുന്നേറ്റ് വരികയാണ്. ഒന്ന്, യഹൂദർക്ക് വിരോധമായിരുന്ന ചിലർ ഒരുമിച്ച് എഴുന്നേൽക്കുകയും അവർ ചതിയുടെയും വഞ്ചനയുടെയും ആത്മാവിനാൽ നിറയപ്പെട്ട് ഞങ്ങൾ കൂടെ ഈ പണിക്ക് നിങ്ങളെ സഹായിക്കാം,
ഞങ്ങൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവരെ വഞ്ചിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സെരുബ്ബാബേലിനെയും കൂട്ടരെയും വഞ്ചിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കുതന്ത്രം തിരിച്ചറിഞ്ഞ സെരുബ്ബാബേൽ അവരുടെ ആവശ്യം നിരസിച്ചു കളയുന്നു. രണ്ടാമതായി, ഇപ്രകാരം അവരുടെ ആവശ്യം നിരസിച്ചു കളയപ്പെട്ടത് കൊണ്ട് അവർക്ക് വിരോധികളായിരുന്നവർ അവരെ മാനസികമായിട്ട് തളർത്തുവാൻ, അധൈര്യപ്പെടുത്തുവാനായിട്ട്, അവരെ പേടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. 3, അവർ അധികാരികളെ അടക്കം കൈക്കൂലി കൊടുത്ത് വശത്താക്കുന്നത് നമുക്ക് കാണാം. 4, അർത്ഥശിഷ്ട രാജാവിനടക്കം ഈ പണിക്ക് വിരോധമായിട്ടുള്ള അന്യായ പത്രങ്ങൾ, കള്ളത്തരങ്ങൾ എഴുതി ചേർത്ത് കത്തുണ്ടാക്കി അർത്ഥശിഷ്ട രാജാവിനടക്കം കൈമാറിക്കൊണ്ട് ഇവർ ഈ ചെയ്യുന്നത് തെറ്റാണെന്നും നിയമവിരുദ്ധമാണെന്നും ഒക്കെ വാദിച്ചുകൊണ്ട് പല കത്തിടപാടുകൾ നടത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ പല വിധത്തിൽ പണി പുനരാരംഭിക്കുകയും നിർത്തിവെക്കുകയും ഒക്കെ ചെയ്യേണ്ടിയ സാഹചര്യം അവിടെ ഉടലെടുക്കപ്പെടുന്നുണ്ട്. എങ്കിലും എസ്ര 6-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം കാണുന്നുണ്ട്: ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 6-ാം ആണ്ടിൽ ആദാർ മാസം 3-ാം തീയതി ഈ ആലയം പണിത് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവത്താൽ നാം ഉപയോഗിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമ്മെക്കാളേറെ ദൈവം നമ്മളെക്കുറിച്ച് നാം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ആയുധമായി തീരണമെന്നും ദൈവത്താൽ നാം പണിയപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്നെ പിശാചൊരിക്കലും മടങ്ങിയിരിക്കുകയില്ല. അവൻ ഇപ്രകാരം പല വിധത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇന്ന് പകലിൽ നാം തിരിച്ചറിയുക, ദൈവം നമ്മിൽ ആരംഭിച്ച പണി അത് ദൈവം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. നാം ഇപ്പോൾ വായിച്ചതുപോലെ യെരൂശലേം ദൈവാലയത്തിൻ്റെ പണിക്ക് വിരോധമായി പല ശത്രുക്കൾ എഴുന്നേറ്റു വന്നുവെങ്കിലും, പല കുതന്ത്രങ്ങൾ അവർ ഉപയോഗിച്ചുവെങ്കിലും, അവരുടെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട്, എല്ലാ നിയമവശങ്ങളെ അവർക്ക് വിരോധമായി തിരിച്ചുകൊണ്ട് വലിയൊരു അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ആ ഭാഗത്ത് ദൈവം ചെയ്യുന്നത് നാം കാണുകയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ദൈവം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വചനം: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പ്രിയരെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് തന്നെ നാം നമുക്കുള്ളവരല്ല, നമ്മെ പരിപാലിക്കുന്നത് ദൈവമാണ്. ഈ മന്ദിരത്തെ പൊളിക്കുവാനോ തകർക്കുവാനോ പിശാചിനെ ദൈവം അനുവദിക്കില്ല. യേശു കർത്താവിൻ്റെ വായ കൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനം: നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ധൈര്യമായിരിക്കുക. ദൈവം നമ്മെ കൈവിടുകയില്ല. ദൈവം നമ്മളിൽ ആരംഭിച്ച ഒരു പണിയുണ്ട്. ആ പണിയെ ദൈവം പൂർത്തീകരിക്കുവാനായിട്ട് പോവുകയാണ്. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അന്ത്യത്തോളം നമ്മെ പരിപാലിക്കുവാൻ, അന്ത്യത്തോളം നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. നാം ചെയ്യേണ്ടത് ആ ദൈവത്തിൻ്റെ കൈക്കീഴ് താണിരിക്കുക. തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുക തന്നെ ചെയ്യും. പിശാച് എത്രത്തോളം തന്ത്രങ്ങൾ ഒരുക്കിയാലും നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ തെറ്റിക്കുവാൻ, ഡിസ്ട്രാക്ട് ചെയ്യുവാനായിട്ട് എത്രത്തോളം ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ടാലും ഭയപ്പെടാതിരിക്കുക, ധൈര്യമായിരിക്കുക. നമ്മെ പണിയുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുക. നല്ലൊരു പാത്രമായി ദൈവം നമ്മെ പണിയും. നല്ലൊരു നാളേക്കായി ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യാം. ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.